ശാപങ്ങളെ ഒഴിഞ്ഞു പോയിട്ടുള്ളൂ. ബാധകൾ ഇനിയും ചെമ്പകമംഗലം വിട്ടിട്ടില്ല. ബാധയോ? അതേത് ബാധ? ഒരു ഒഴിയാ ബാധ. ആ ബാധ ബോധമില്ലാതെ അവിടെ കിടക്കല്ലേ. ഓ, ആ ബാധ, മൈഥിലി ബാധ. അതും സാവകാശം ഒഴിഞ്ഞു പൊയ്ക്കോളും. അല്ല, അവൾക്ക് എന്താ പറ്റിയത്? ആരെങ്കിലും അവളുടെ തലക്കിട്ട് വീക്കിയോ? ഏയ്, ഇതൊന്നും അല്ലെന്നേ. ഇതേതോ ഒരു കാര്യസാധ്യത്തിനുള്ള അവളുടെ അടവായിരിക്കും. അടവോ? അതെ, എന്തോ അവള് മനസ്സിൽ കണ്ടിട്ടുണ്ട്. അത് സാധിച്ചെടുക്കാനുള്ള അടവായിട്ടാ ഈ ബോധക്കേടിനെ ഞാൻ കാണുന്നത്. അതൊരു പക്ഷെ ശരിയായിരിക്കും. ഓരോ ദിവസവും അവള് പ്ലാനുകൾ മാറ്റി മാറ്റി പരീക്ഷിക്കല്ലേ? അതെ. എനിക്ക് മറ്റൊരു ഡൗട്ട് തോന്നുന്നുണ്ട്. എന്താ കാർത്തേട്ടാ? അത് മകരദീപത്തിനുള്ള മുന്നോടിയായിട്ട് നിലവറയിൽ ദീപം തെളിയിക്കാൻ ദേവമ്മയുടെ കൂടെ ഇവളും പോയി. ആ, പോയി. തിരികെ വന്നതിന് ശേഷമല്ലേ ഇവൾക്ക് ഈ ബോധക്കേട് വന്നത്? തിരികെ വരുമ്പോ അവക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. കുറെ നേരത്തിന് ശേഷമാ അവൾ അലച്ചു തല്ലി താഴേക്ക് വീണത്. എന്താ കാർത്തേട്ടാ? ഇവൾക്കൊരു മാനസാന്തരം വന്നതാണെങ്കിലോ? കാട്ടുചെന്നായിക്ക് മാനസാന്തരം വന്നു എന്ന് പറയുന്ന പോലെയാ ഇത്. എനിക്ക് മറ്റൊരു സംശയം തോന്നുന്നുണ്ട്. എന്താ? ഇവള് നിലവറയിൽ കയറിയപ്പോ ചെമ്പകമംഗലത്തെ പഴയ അമ്മാവന്മാരുടെ ആത്മാക്കൾക്ക് ഇവളെ എത്ര പിടിച്ചു കാണില്ല. അതിന് ഏതോ ഒരു വല്യമ്മാവന്റെ ആത്മാവെ ഇവളുടെ തലക്കിട്ട് കൊട്ടുപടിക്കൊന്ന് കൊടുത്തു കാണും. ചിരിക്ക് ചിരിക്ക്, മതി വരുവോളം ചിരിക്ക്. നിന്റെയൊക്കെ ചിരി ഞാൻ അവസാനിപ്പിക്കും. ഇന്ന് ചെമ്പകമംഗലത്ത് ചോരപ്പൂക്കൾ ചിതറും. മരണം പലതും ഇവിടെ നടക്കും. ഇതൊരു പ്രേതഭൂമിയാക്കി ഞാൻ മാറ്റും. എന്താ മക്കളെ എങ്ങനെ ചിരിക്കുന്നത്? വല്ല രസമുള്ള കാര്യം പറഞ്ഞ് ചിരിക്കാണോ? ഞങ്ങളാ മൈഥിലിയുടെ കാര്യം പറഞ്ഞ് ചിരിക്കാമ്മേ. ആ, മൈഥിലി എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ട്. അവൾക്ക് എന്താ പറ്റിയെന്ന് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു ദേവമ്മ. ഞങ്ങള് പറയായിരുന്നു ഈ മകരവിളക്കോട് കൂടി തറവാട്ടിലെ ദോഷങ്ങളെല്ലാം അവസാനിച്ചു. തറവാട്ടിലെ ദോഷങ്ങൾ എന്തായാലും അവസാനിക്കണമല്ലോ. ഇവിടുത്തെ എല്ലാ ദോഷങ്ങളും ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. ചിലരെയൊക്കെ ഞാൻ കൊല്ലും. ഈ മീനാക്ഷിയെ ഇപ്പൊ എനിക്ക് വേണം. ഇവളുടെ ചോര തെറിക്കട്ടെ ആദ്യം ചെമ്പകമംഗലത്ത്. മോളെ മീനാക്ഷി. എന്താമ്മേ? നല്ല നിലാവ്, സ്വർണ്ണ കല്ലുകൾ വാരി വിതറിയതുപോലെ നക്ഷത്രങ്ങൾ. വാ, നമുക്ക് ടെറസിലേക്ക് പോവാം. എന്റെ മീനാക്ഷിക്ക് അമ്മ ചില കഥകൾ പറഞ്ഞുതരാം. വാ മോളെ, വാ. ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. എന്താ മോളെ? പാലുകൾ പൂക്കുന്ന കാലമായോ അമ്മേ? കാറ്റിന് പാലപ്പൂന്റെ മണം. കാലം തെറ്റി കണിക്കൊന്ന പൂക്കുന്ന പോലെ പാലയും പൂക്കും. പാലപ്പൂവിന് ഉന്മാദഗന്ധമാണ്. മദഗന്ധമെന്ന്
കവികൾ. പാലകൾ പലതരമില്ലേ? ആ പലതരമുണ്ട്. ഏഴിലം പാല, കുടകപ്പാല, വെള്ളിപ്പാല, കള്ളിപ്പാല, കുരുട്ടുപാല. പാല പൂക്കുന്ന രാത്രികളിലാ യക്ഷികൾ വരുന്നെന്ന് കേട്ടിട്ടുണ്ട്. മോഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും സാക്ഷാത്കരിക്കാതെ ദുർമരണം സംഭവിച്ച സ്ത്രീകളുടെ ആത്മാക്കളാണ് യക്ഷികളായി അലയുന്നത്. പാലമരം ഉന്മാതിയായ ഒരു പെൺകുട്ടിയുടെ പുനർജന്മമാണ്. എന്റെ മോള് യക്ഷികളെ കണ്ടിട്ടുണ്ടോ? ഞാൻ എവിടെ കാണാനാ? നിന്നെ ഞാൻ കാണിച്ചു തരാം. യക്ഷികൾ ഇതുപോലുള്ള രാത്രികളിലാണ് വന്നെത്താറുള്ളത്. തലമുടിയിൽ നക്ഷത്ര കതിരണിഞ്ഞ് കള്ളിപ്പാലകൾ പൂക്കുന്ന രാത്രികളുടെ ആദ്യ യാമങ്ങളിൽ. അമ്മ നല്ല സാഹിത്യത്തിലാണല്ലോ സംസാരിക്കുന്നത്. യക്ഷികളെയും ഗന്ധർവന്മാരെയും പറ്റി പറയുമ്പോ അറിയാതെ ആർക്കും സാഹിത്യം വരും. ഈ യക്ഷികള് ചോര കുടിക്കുന്നൊക്കെ പറയുന്നത് നേരാണോ? എനിക്ക് നിന്റെ രക്തം വേണം. അതിനല്ലേ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഞാൻ നിന്നെ അങ്ങ് 7-ാം കടലിന് അക്കരയ്ക്ക് കൊണ്ടുപോകും. മോളെ വാ വാ വരാൻ. ശ്രീ പരമേശ്വര ഭഗവാനെ, ഈ തറവാട്ടിൽ ഇന്നെന്തൊക്കെയാ നടന്നിരിക്കുക? അഹിതമായതൊന്നും ഉണ്ടാവരുതേ ശ്രീ പരമേശ്വര. വാ. എങ്ങോട്ടാ വാ മോളെ വാ. ദേ ദേ കണ്ടോ, ആകാശത്ത് അനന്തകോടി നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രങ്ങളൊക്കെ ആരാണെന്ന മോൾക്കറിയോ? അറിയില്ലല്ലോ. അമ്മ ഇത്തരം കഥകളൊന്നും ഇതുവരെ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ലല്ലോ. അത് ശരിയാ. അതിനുള്ള സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. അതാ അമ്മ ഒന്നും പറഞ്ഞുതരാതിരുന്നെ. കഥ കേൾക്കാൻ എനിക്ക് പണ്ടേ ഇഷ്ടം. അമ്മ പറഞ്ഞ ഞാൻ പറഞ്ഞുതരാം. ദാ നോക്കിയേ, ആ കാണുന്നതെല്ലാം മരിച്ച മണ്ണടിഞ്ഞു പോയ മനുഷ്യരുടെ ആത്മാക്കളാ. ആ ആത്മാക്കളെല്ലാം ഭൂമിയിലേക്ക് നോക്കി പുഞ്ചിരിക്കുന്നതാ നമ്മൾ ഈ കാണുന്നത്. അപ്പോ നക്ഷത്രങ്ങളെല്ലാം മരിച്ചുപോയവരുടെ ആത്മാക്കളാണോ? അതെ അതെ. അവരെ ഭൂമിയിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് ഓർമ്മകളൊക്കെ അയവിറക്കുന്നതാ. ചിരിക്കുന്ന മനുഷ്യരുടെ ആത്മാക്കൾ, വെളിച്ചം വിതറുന്ന നക്ഷത്രങ്ങൾ. നിന്നെയും ഇന്നു മുതൽ ഞാനൊരു നക്ഷത്രമാക്കാം. മീനാക്ഷി നക്ഷത്രം. അമ്മേ, ആ മൈഥിലിയുടെ തലകർക്കം മാറിയോ? ഇല്ല, അവള് കിടക്കുക. അടുത്ത് മാലതിയുണ്ട്. ദേ വാഴപ്പാടി തിരുമേനി, ഇദ്ദേഹം എന്താ ഈ നേരത്ത്? തിരുമേനി, അത്ഭുതമായിരിക്കുന്നല്ലോ. ഇതെന്താ ഇപ്പോ? തിരുമേനി ഇരിക്കെ. ഇരിക്കാനൊന്നും പറ്റില്ല. ലേശം അപകടമുണ്ട് ഇവിടെ. അതാ ഞാൻ ഓടി വന്നത്. അപകടോ? എന്താ അപകടം? തിരുമേനി കാര്യം പറയൂ. എല്ലാം വിശദമായിട്ട് പിന്നെ പറയാം. അതെ, നിലവറയിൽ വിളക്ക് കൊളുത്തിയോ? ഉവല്ലോ, നിലവറയിലെ നന്ദിനി ദീപം കൊളുത്തിയല്ലോ. ഇല്ല, നിലവറയിൽ ഇതുവരെ ദീപം തെളിഞ്ഞിട്ടില്ല. ഇല്ലേ? ശിവായ, ഓം നമ 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 ശിവായ. അശുഭലക്ഷണങ്ങൾ അനവധിയായിട്ട് കാണുന്നുണ്ട്. ഇനി എന്ത് അത്ഭുതങ്ങളാ തിരുമേനി വരാനിരിക്കുന്നത്? ധർമ്മശാസ്താവല്ലേ തുണയായി നിൽക്കുന്നത്? ശാസ്താവിന്റെ ഭസ്മം എല്ലാവരും തൊട്ടിട്ടുണ്ടോ? തൊട്ടിട്ടുണ്ടല്ലോ. ഭസ്മം തൊടാത്തവരാരെങ്കിലും ഈ വീട്ടിലുണ്ടോ? ഭസ്മം തൊടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആപത്താണ്. നീലാകാശം നിറയെ നക്ഷത്രങ്ങൾ
മിന്നുന്ന താരകങ്ങൾ. ദേ താഴേക്ക് നോക്ക്. ഇപ്പൊ ഇരുട്ട്. ഒരു നക്ഷത്രം മിന്നിപ്പൊലിഞ്ഞ് താഴേക്ക് വീണാൽ എന്ത് സംഭവിക്കും? നക്ഷത്രങ്ങൾ അങ്ങനെ മിന്നിപ്പൊലിഞ്ഞ് താഴേക്ക് വീഴും അമ്മേ? വീഴും. ഉൾക്കകൾ വീഴുന്ന പോലെ വീഴും. നീ താഴേക്ക് വീണ് കത്തി അമരാൻ പോകുന്നു. ഭസ്മം തൊടാത്തവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? പറയേ. ആ മീനാക്ഷി, നീ ഇവിടെ നിൽക്കുവാണോ? ദേ നിലവറയിലെ മകരദീപം കൊളുത്താൻ പോവാ. ഞാൻ പ്രാർത്ഥനയോടെ നിൽക്കാ ചെറിയമ്മേ. ആ ഭഗവാന്റെ പ്രസാദാ, ഇത് തൊട്ടോളൂ. ആ കാർത്തേട്ടിന് തൊട്ടു കൊടുത്തോ ചെറിയമ്മേ? എനിക്കിപ്പോ ഭസ്മം തൊടാൻ പറ്റില്ല, എനിക്ക് വേണ്ട. ആ മൈ ഗോഡ്, മീനാക്ഷി ഭസ്മം തൊട്ടിട്ടില്ല. മീനാക്ഷി എവിടെ? കഥ പറഞ്ഞു കൊടുക്കാന്നും പറഞ്ഞ് ദേവമ്മ ടെറസിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതാ. ഈശ്വര, അപകടം. പൊന്നമ്പലമേട്ടിൽ തിരിതെളിയുമ്പോ കൃത്യമായും ചെമ്പകമംഗലത്ത് വിളക്ക് തെളിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ മരണങ്ങൾ ഉറപ്പാണ്. വേഗം വരൂ. എങ്ങനെയാ ടെറസിലേക്ക് പോകേണ്ടത്? മോനെ, മീനാക്ഷി, മീനാക്ഷി, മോനെ, മോനെ. മീനാക്ഷി. ഓം നമഃ ശിവായ. 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 മൈഥിലി, മൈഥിലി, എടി മൈഥിലി. വടിയായോ? കണ്ണു തുറക്കുന്നില്ലല്ലോ ഇവള്. കണ്ണു തള്ളുന്നുണ്ടല്ലോ. ഇവള് ചാവുവാണോ? അന്ത്യകൂദശയ്ക്ക് പകരം കുറച്ച് പച്ചവെള്ളം കൊടുക്കാം. ദാ വെള്ളം കുടിക്ക്. കുറച്ചുകൂടെ കുടിക്ക്. ആ കുടിക്ക്. മൈഥിലി, നിനക്ക് എന്താ പറ്റിയത്? എനിക്ക് എനിക്ക് നിനക്ക് എനിക്ക് പറ. അയ്യോ മൈഥിലി, മൈഥിലി. എന്ത് ഭംഗിയമ്മേ കാണാൻ, അല്ലേ? അതെ, എല്ലാ ഭംഗിയും ഇപ്പോൾ അവസാനിക്കും. മതി വരുവോളം കണ്ടോളൂ നീ. ദേ അവരെ അമ്മയും മകളും അവിടെ നിപ്പുണ്ടല്ലോ. പിന്നെ എന്താ അപകടം തിരുമേനി? നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്താ തിരുമേനി, കാര്യം പറയൂ. അത് നന്ദിനിയല്ല. നന്ദിനി അല്ലേ? നന്ദിനിയുടെ രൂപം ധരിച്ചു നിൽക്കുന്ന ഒരു ഉഗ്രമൂർത്തിയാണ്. അയ്യോ എന്റെ ദൈവമേ. ബഹളം വയ്ക്കരുത്. ആ മൂർത്തി ഇപ്പോൾ നമ്മളെ ശ്രദ്ധിക്കാൻ പാടില്ല. നന്ദിനിയിൽ പ്രവേശിച്ചിരിക്കുന്ന ഉഗ്രമൂർത്തി അപകടകാരിയാണ്.
മീനാക്ഷി ഇപ്പോൾ അപകടത്തിലാണ്. അരുത്, ഇപ്പൊ അങ്ങോട്ട് പോകരുത്. ആ മൂർത്തിയെ പ്രകോപിപ്പിക്കരുത്. അവൾക്ക് 4 ഭാഗത്തും കണ്ണുകളുണ്ട്. നമ്മൾ പറയുന്നതെല്ലാം അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവളെ പ്രകോപിപ്പിച്ചാൽ പിന്നെ നടക്കുന്നത് നമുക്ക് താങ്ങാവുന്നതിനും അപ്പുറത്തായിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും തിരുമേനി? പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുമ്പോൾ ഇവിടെ നിലവറയിലും വിളക്ക് തെളിയണം. അതേയുള്ളൂ ഏക പ്രതിവിധി. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനെ മഹാദേവ. ഇനി നമുക്ക് പോകാം അല്ലേ? എന്ത് പറ്റിയടി നിനക്ക്? നീ വല്ല വിഷം എടുത്ത് അടിച്ചോ? ഇല്ല, പിന്നെ ആരെങ്കിലും തലക്കടിച്ചോ? ഇല്ല. പിന്നെ നിനക്ക് എന്താ സംഭവിച്ചത്? അത് ദേവമ്മ. ദേവമ്മ? അവർ ഏ? ദേവമ്മയ്ക്ക് 2? അവർക്ക് 2 ഭർത്താക്കന്മാരുണ്ടോ? അല്ല, പിന്നെന്തുവാ? ഇവിടെ ഇവിടെ 2 നന്ദിനി. 2 നന്ദിനിമാരോ? നമുക്കിവിടുന്ന് താഴേക്ക് പോകാം. മോളെ, പോകരുത്, അവിവേകം കാണിക്കരുത്. അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ആ ആത്മാവിന്റെ കുഞ്ഞിനെ കൊല്ലും. ചെന്നാൽ അപകടം ഉറപ്പ്. ചെന്നില്ലെങ്കിൽ നമുക്ക് പ്രത്യാശിക്കാം. നിലവറയിൽ ഇപ്പോൾ വിളക്ക് തെളിയുമെന്ന്. വിളക്ക് തെളിഞ്ഞാൽ എല്ലാം ശുഭമായി കലാശിക്കും. മഹാദേവ, ഭഗവാനെ കാത്തു. തിരുമേനി, അവിടെ നിന്ന് 1000 നന്ദി. എന്താ തിരുമേനി? എന്താ? നിലവറ ദീപം തെളിഞ്ഞിട്ടുണ്ട്. നമ്മൾ രക്ഷപ്പെട്ടു. ദേ നോക്ക്. പരാജയം ഏറ്റുവാങ്ങി ആ ഇരുട്ടിന്റെ ശക്തി പിൻവാങ്ങുന്നു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.
മീനാക്ഷി മോളെ മോളെ മീനാക്ഷി. മീനാക്ഷി ആ, എന്താ എന്തു പറ്റി? ആ, അമ്മ എവിടെ? എല്ലാം പിന്നെ പറയാം മോള് വാ ആ, അല്ല അമ്മ. ഒക്കെ പിന്നെ പറയാന്നേ. മീനാക്ഷി വാ. മോള് വാ വാ, വാ വാ, പെട്ടെന്ന് വാ